കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഇഗ്നൈറ്റ് ദ ഹോപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശ്വാസത്തിൻ്റെ പരിചയപ്പറ്റിയാണ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് പരിചയം പലകയും അത്രേ. ഞാനിവിടെ ഒരു വേദഭാഗം വായിച്ചു കൊള്ളട്ടെ. എഫേസ്യർ 6:16. എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടും നിൽപ്പിൻ. എഫേസ്യർ 6 അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ സർവായുധവർഗത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുന്നതിൻ്റെ പ്രാധാന്യം. അതിൽ ഒരു ആയുധമത്രേ പരിച, വിശ്വാസത്തിൻ്റെ പരിച. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വളരെ ആവശ്യമായ ഒരു ആയുധമത്രേ പരിച, വിശ്വാസത്തിൻ്റെ പരിച. പരിച എന്തെന്ന് അറിയാത്തവർ ആരും കാണില്ല. യുദ്ധത്തിന് പോകുമ്പോൾ പടയാളികൾ പരിച ധരിച്ചിരിക്കുന്നു. തങ്ങൾക്കെതിരെ ശത്രു അമ്പെയ്യുമ്പോൾ അത് തടഞ്ഞു നിർത്തുന്നത് പരിചയെ കൊണ്ടാണ്. എല്ലാ പടയാളികളുടെയും കയ്യിൽ ഉള്ള ഒരു ആയുധമത്രേ പരിച. പടയാളികൾ പരിച കയ്യിലില്ലെങ്കിൽ അവർ സുരക്ഷിതരായിരിക്കില്ല. തങ്ങൾക്കെതിരെ ശത്രു ഉപയോഗിക്കുന്ന ആയുധത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നല്ല ഉറപ്പുള്ള ഒരു പരിച തങ്ങൾക്ക് ആവശ്യമത്രേ. പടയാളുടെ കയ്യിൽ പരിചയമില്ലെങ്കിൽ അവർ ശത്രുക്കളിൽ നിന്ന് സുരക്ഷിതരല്ല. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിച എന്താണ്? റോമർ പടയാളികൾ ഉപയോഗിച്ചിരുന്ന 2 തരത്തിലുള്ള പരിചയുണ്ട്. അന്നത്തെ കാലത്ത് പടയാളികൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു പരിചയോടാണ് അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൻ്റെ പരിചയെ ഉപമിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, റോമൻ പടയാളികൾ 2 തരത്തിലുള്ള പരിച ഉപയോഗിച്ചിരുന്നു. റോമൻ ഭരണം BC 625 മുതൽ AD 476 വരെയാണ് നടന്നിരുന്നത്. റോമൻ പടയാളികൾ 2 തരത്തിലുള്ള പരിച ഉപയോഗിച്ചിരുന്നു. പരേഡുകൾക്കും ചടങ്ങുകൾക്കും ഉത്സവങ്ങൾക്കുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുതരം വളരെ മനോഹരമായ പരിചയുണ്ടായിരുന്നു. അതിനല്പം വലിപ്പം കുറവാണ്. അത് വൃത്താകൃതിയിലുള്ളതും കാണുവാൻ മനോഹരമായ പരിചയും അത്രേ. അതിൽ ധാരാളം കൊത്തുപണികളും ചിത്രങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. വളരെ ഭംഗിയുള്ള പരിച. തങ്ങൾ പരേഡ് നടത്തുമ്പോഴും ഒക്കെ ഈ ചെറിയ പരിചയാണ് പടയാളികൾ പിടിച്ചിരുന്നത്. ആ പരിച പടയാളികൾക്ക് യുദ്ധത്തിന് കൊണ്ടുപോകുവാൻ സാധിക്കയില്ല. ആ പരിചയ്ക്ക് ശത്രുവിൻ്റെ അമ്പുകളെ ഒന്നും തടയുവാൻ ശക്തിയില്ല. അത് വെറും കാഴ്ചയ്ക്ക് മാത്രം ഉള്ളതത്രേ. ആ ആചാര പ്രകാരമുള്ള ആ സെറമോണിയൽ പരിചയമായി യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ മരണം വരെയും സംഭവിക്കാം. അതുകൊണ്ട് അത് യുദ്ധത്തിനായി രൂപകൽപ്പന ചെയ്ത പരിച അല്ല. പല ക്രിസ്ത്യാനികളുടെയും കരത്തിൽ ഇപ്പോൾ ഉള്ള പരിച മനോഹരമായ ചെറിയ പരിചയത്രേ. അവർ ദേവാലയങ്ങളുടെ ചുവരുകൾക്കുള്ളിലും ക്രിസ്തീയ കൂട്ടായ്മയുടെ നടുവിലും മറ്റ് വിശ്വാസികളുടെ ഇടയിലും എല്ലാം ഈ മനോഹരമായ തങ്ങളുടെ പ്രവൃത്തികളാൽ കൊത്തുപണി ചെയ്ത ചെറിയ പരിചയമായി നടക്കാറുണ്ട്. മറ്റുള്ളവർക്ക് വിളങ്ങുവാൻ അവർ വലിയ വാചകവുമൊക്കെ അടിക്കും. മറ്റുള്ളവരോട് വിശ്വാസം പറയാനൊക്കെ അവർ വളരെ സമർത്ഥരായിരിക്കും. ദൈവത്തിൽ വിശ്വസിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനൊക്കെ അവർക്കറിയാം. വളരെ വിദഗ്ധമായി വളരെ മനോഹരമായി അവർ
അവരുടെ വിശ്വാസമൊക്കെ പറയാറുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിച ആ പരിചയപ്പറ്റിയേ അല്ല. ചടങ്ങുകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന, പരേഡിന് കൊണ്ടുപോകുന്ന ആ മനോഹര പരിചയപ്പറ്റിയല്ല പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റോമൻ പടയാളികൾ ഉപയോഗിച്ചിരുന്ന രണ്ടാമത്തെ ഒരു പരിചയമുണ്ട്. പടയാളികൾ യുദ്ധത്തിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു പരിച. അതിന് വളരെ വലിപ്പമുള്ളതത്രേ. വലിയൊരു കതകിൻ്റെ പാളി പോലെ വലിപ്പമുള്ളതത്രേ ആ പരിച. അതുമായാണ് പടയാളികൾ യുദ്ധത്തിന് പോകുന്നത്. ആ പരിചയോടത്രേ വിശ്വാസത്തിൻ്റെ പരിചയെ പൗലോസ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. പല ക്രിസ്ത്യാനികളും തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പൊങ്ങച്ചമൊക്കെ പറയുമ്പോൾ തങ്ങളുടെ കയ്യിലുള്ളത് ആ ചെറിയ അലങ്കാര പരിച മാത്രമായിരിക്കും. ഇന്ന് അല്പസമയം നമുക്ക് ഒന്ന് ചിന്തിക്കാം. നാം എങ്ങനെയായിരിക്കുന്നു? നമ്മളുടെ കയ്യിലിരിക്കുന്ന പരിച ഏതാണ്? പടയാളികൾ ആ ചെറിയ പരിചയമായി പോവുകയാണെങ്കിൽ അവർക്കിരുന്ന് പൊങ്ങച്ചമടിക്കാൻ പറ്റുമായിരിക്കും. പരിചയപ്പറ്റി പല വിവരണങ്ങളും അവർക്ക് നടത്താം. അതിലെ കൊത്തുപണികളെപ്പറ്റി അവർക്ക് സംസാരിക്കാം. അതിൻ്റെ മനോഹാരിതയെപ്പറ്റി അവർക്ക് വീമ്പിളക്കാം. ശത്രുവിനെ നേരിടുമ്പോൾ ആ പരിചയ്ക്ക് അവരെ വിടുവിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ പ്രവൃത്തികൾക്കോ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വലിയ വർത്തമാനങ്ങൾക്കോ ഒന്നും നമ്മെ വിടുവിക്കുവാൻ സാധിക്കുകയില്ല. നാം ശത്രുവിനെ നേരിടുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ കരത്തിൽ ഏത് പരിചയാണ് ഉള്ളത്? ഈ റോമൻ പടയാളികൾ ഉപയോഗിച്ചിരുന്ന, യുദ്ധത്തിനായി ഉപയോഗിച്ചിരുന്ന പരിച 6 പാളികൾ ഉള്ള ഒരു പരിചയത്രേ. അത് മൃഗങ്ങളുടെ തോലുകൊണ്ട്, ലെതർ കൊണ്ട് ഉണ്ടാക്കിയതത്രേ. അത് വളരെ വിദഗ്ധമായി പല പാളികൾ ചേർത്തുണ്ടാക്കിയതത്രേ. അത് ഇരുമ്പ് പോലെ ബലമുള്ളതത്രേ. ഒരു അമ്പ് വന്ന് തറച്ചാൽ അതിന് തടഞ്ഞു നിർത്തുവാൻ തരത്തിലുള്ള ബലമുള്ളതത്രേ. അത് വളരെ കാഠിന്യമുള്ളതത്രേ. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ ഉള്ള പരിച എന്താണ്? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു, വിശ്വാസം എന്ന പരിച എടുത്തുകൊള്ളുവാൻ. ശത്രുവിൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ വിശ്വാസം എന്ന പരിച എടുത്തുകൊള്ളുവിൻ എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിചയെ ധരിച്ചിട്ടുണ്ടോ? അതോ നേരത്തെ പറഞ്ഞ ആ ചെറിയ മനോഹരമായ പരിചയമായി നിങ്ങൾ നടക്കുന്നവരാണോ? നാം ലൂക്കോസ് 22 അധ്യായത്തിലേക്ക് കടന്നു ചെന്നാൽ വീമ്പിളക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൂടെ പോയ പത്രോസിനെ കാണാം. ഒരു ബാല്യക്കാരത്തി പെണ്ണിന്റെ മുമ്പിൽ അവൾ തൊടുത്തുവിട്ട ഒരു ചെറിയ അമ്പിന്റെ മുൻപിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്ന പരിച എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. പിന്നീട് താൻ ബലമേറിയ പരിച എടുക്കുവാനും ഇടയായി. യേശു കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസേ, നിന്നെ കോതമ്പ് പോലെ പാറ്റുവാൻ പിശാച് എന്നോട് അനുവാദം ചോദിച്ചു. പക്ഷേ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. അതെ, വിശ്വാസത്തിൻ്റെ പരിച. വിശ്വാസത്തിൻ്റെ പരിച നമ്മളുടെ കയ്യിലില്ലെങ്കിൽ ചെറിയ ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ, ശത്രുവിൻ്റെ ചെറിയ ഒരു അമ്പിൻ്റെ മുമ്പിൽ നാം പരാജയപ്പെടും. ജയകരമായ ഒരു ജീവിതം നമുക്ക് ആവശ്യമാണെങ്കിൽ, ശത്രുവിനെ ജയിച്ച് ജയാളികളായി ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പരിചയമില്ലാതെ നമുക്കത് സാധിക്കുകയില്ല. പത്രോസ് പറഞ്ഞിരുന്നു, നിന്നോടുകൂടി തടവിലാകുവാൻ പോലും ഞാൻ തയ്യാറാണ്. സമയം വന്നപ്പോൾ പത്രോസ് കർത്താവിനെ തള്ളിപ്പളയുവാൻ ഇടയായി. എൻ്റെയും നിങ്ങളുടെയും
കയ്യിലുള്ള പരിച എന്താണ്? പിന്നീട് പത്രോസ് വിശ്വാസത്തിൻ്റെ പരിച എടുത്തു. അത് നമുക്കെല്ലാം അറിയാം. താൻ ആ ചെറിയ മനോഹര പരിചയമായി മുന്നോട്ട് പോയില്ല. നമ്മിൽ പലരും എന്നും എല്ലാ ആഴ്ചകളിലും ദൈവാലയത്തിൽ പോകുന്നവരായിരിക്കാം. എല്ലാ പ്രാർത്ഥനാ കൂട്ടങ്ങളും എല്ലാം നാം സംബന്ധിക്കുന്നവരായിരിക്കാം. സൺഡേ സ്കൂൾ മുഴുവൻ പഠിച്ചതായിരിക്കാം. നാം വലിയ വിശ്വാസ വീരന്മാരാണെന്നൊക്കെ നാം ചിലപ്പോൾ ചിന്തിക്കുന്നവരായേക്കാം. നിങ്ങളുടെ കയ്യിൽ വിശ്വാസത്തിൻ്റെ പരിചയമില്ലെങ്കിൽ, ബലമേറിയ പരിചയമില്ലെങ്കിൽ, ശത്രു നമ്മെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. ജീവിതം പരാജയത്തിൽ ചെന്നെത്തിയേക്കാം. പടയാളികൾ തങ്ങളുടെ പരിച എപ്പോഴും തങ്ങളുടെ ബെൽറ്റിൽ ഒരു ചെറിയ ഹുക്കിൽ തൂക്കിയിട്ടിരിക്കും. അതെപ്പോഴും റെഡിയാണ്. എപ്പോൾ എടുക്കണമെങ്കിലും അവർ തയ്യാറാണ്. അവരോടൊപ്പം ആ ബെൽറ്റിൽ പരിച എപ്പോഴും ഉണ്ടായിരിക്കും. എപ്പോൾ ശത്രുവിനെ നേരിടണമോ അപ്പോൾ ആ പടയാളികൾ ആ പരിച എടുക്കാറുണ്ട്. ഇന്ന് ഞാനും നിങ്ങളും വിശ്വാസത്തിൻ്റെ പരിച എടുക്കാറുണ്ടോ? ഘോര ശത്രു എനിക്കും നിങ്ങൾക്കും എതിരെ വരുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിച നിങ്ങളോടൊപ്പം ഉണ്ടോ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, 6 പാളികൾ ചേർന്നതാണ് ഈ വലിയ പരിച. ആ പരിചയ്ക്ക് പിന്നിലുള്ള പടയാളിയെ പരിപൂർണമായി കവർ ചെയ്യുന്നതാണ് ഈ പരിച. അത്ര വലിപ്പമുള്ളതാണ് ആ പരിച. അത് ഇരുമ്പ് പോലെ ബലമേറിയതും കാഠിന്യമുള്ളതുമാണ്. അന്ന് ശത്രുക്കൾ അമ്പ് അയക്കുമ്പോൾ തീ അമ്പുകൾ അയക്കാറുണ്ടായിരുന്നു, തീയും ഉള്ളത്. എങ്ങനെയാണ് ആ തീയമ്പുകളെ ഈ പരിച നേരിട്ടതെന്ന് നമുക്ക് കാണാം. ഓരോ പടയാളികളും തങ്ങൾ ഉറങ്ങുമ്പോൾ ഈ പരിച തങ്ങളോടൊപ്പം കാണും. അവർ അതിരാവിലെ ഉറക്കം ഉണരുമ്പോൾ അവർ ചെയ്യുന്നത് കൈനീട്ടി തങ്ങളുടെ പരിചയെ എടുക്കും. അതിനുശേഷം വളരെ കൊഴുപ്പുള്ള എണ്ണ ഒരു തുണിയിൽ മുക്കി ഈ പരിചയെ നന്നായി തുടയ്ക്കും. ഒരു ഭാഗങ്ങൾ പോലും വിടാതെ ആ പരിചയെ മുഴുവൻ ഈ കൊഴുപ്പുള്ള എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. അത് എന്നും പടയാളികൾ ചെയ്യുന്നതത്രേ. ഒരു ദിവസം പോലും അത് പടയാളികൾ മുടക്കാറില്ല. അങ്ങനെ എണ്ണ ഇട്ടില്ലെങ്കിൽ തങ്ങളുടെ പരിച വിണ്ട് കീറുകയും അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുകയും തക്ക സമയത്ത് ഈ പരിചയ്ക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റാതെയും വരും. പിന്നീട് പടയാളികൾ ചെയ്യുന്നത് എന്തെന്നറിയാമോ? തങ്ങളുടെ ഈ വലിയ പരിച അവർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായി വെള്ളത്തിൽ കുതിർക്കാറുണ്ട്. ആ പരിചയെ പരിപൂർണമായി വെള്ളത്തിൽ താഴ്ത്തിയിടാറുണ്ട്. ആ പരിച നന്നായി കുതിരുന്നത് വരെ അവരിതിനെ വെള്ളത്തിൽ ഇടും. അതിനുശേഷമാണ് ഈ പരിചയമായി പടയാളികൾ യുദ്ധത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്കെതിരെ ശത്രു തീയമ്പുകളെ അയക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവർ അമ്പിൽ തീയുള്ള അമ്പ് എറിയാറുണ്ടായിരുന്നു. ആ തീയമ്പുകൾ അവരുടെ പരിചയിൽ വന്ന് മുട്ടുമ്പോൾ ആ പരിച വെള്ളത്തിൽ കുതിർന്നതായതുകൊണ്ട് പെട്ടെന്ന് ആ തീയ് കെട്ടുപോകാറുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഈ പടയാളികൾ തങ്ങളുടെ പരിച വെള്ളത്തിൽ കുതിർത്തിരുന്നത്. വെള്ളത്തിൽ കുതിർക്കാതെ പടയാളികൾ ആ പരിചയമായി യുദ്ധത്തിന് പോകാറേ ഇല്ലായിരുന്നു. ശത്രു അയക്കുന്ന തീയുള്ള അമ്പിനെ ജയിക്കണമെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത പരിച അവർക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ തങ്ങളുടെ പരിച നന്നായി സൂക്ഷിക്കുന്ന പടയാളികൾക്ക്, എന്നും അതിനെ എണ്ണയിട്ട് സൂക്ഷിക്കുന്നവർക്ക് വെള്ളത്തിൽ കുതിർത്ത്
റെഡിയായി ഇരിക്കുന്നവർക്ക് ശത്രുക്കളിൽ നിന്ന്, ശത്രു വായിക്കുന്ന അമ്പുകളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. നാം വായിച്ചല്ലോ എഫേസ്യർ 6:16, എല്ലാത്തിലും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടും നിൽപ്പിൻ. ശ്രദ്ധിക്കണമേ, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ. അത് വെള്ളത്തിൽ കുതിർത്ത പരിചയ്ക്കേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പടയാളികളായ നാം ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കേണ്ടവരാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ആയുധമത്രേ ഈ വിശ്വാസത്തിൻ്റെ പരിച. എല്ലാ ആയുധങ്ങളും, അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആയുധങ്ങളും വളരെ പ്രധാനപ്പെട്ടത് അത്രേ. ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ പരിചയപ്പറ്റി അത്രേ. പടയാളികൾ എപ്പോഴും തങ്ങളുടെ ബെൽറ്റിൽ ചെറിയൊരു കൊളുത്തിൽ ഈ പരിച സൂക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പടയാളികളായ നാം നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിച എപ്പോഴും നമ്മോടൊപ്പം സൂക്ഷിക്കുന്നുണ്ടോ? അതിനെ നാം പരിപാലിക്കുന്നുണ്ടോ? നാം കേട്ടല്ലോ, പടയാളികൾ തങ്ങളുടെ പരിചയെ വെള്ളത്തിൽ കുതിർക്കുന്നതായിട്ട്. നാം നമ്മളുടെ പരിചയെ, വിശ്വാസം എന്ന പരിചയെ വെള്ളത്തിൽ കുതിർക്കാറുണ്ടോ? ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ, നിർമ്മല ജലത്തിൽ നാം കുതിർക്കാറുണ്ടോ? നമുക്കെതിരെ വരുന്ന ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ വിശ്വാസം എന്ന പരിച നമ്മോടൊപ്പം ഉണ്ടോ? അത് ആ പടയാളികൾ എണ്ണ പൂശി സൂക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യാറുണ്ടോ? നാം എന്നും ആ പുതിയ എണ്ണ നമ്മെ തേൽപ്പിക്കുവാൻ ദൈവത്തോട് ആവശ്യപ്പെടാറുണ്ടോ? നമ്മുടെ വിശ്വാസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചതാണോ? നമ്മുടെ വിശ്വാസം ദൈവവചനത്തിൽ കുതിർത്തതാണോ? ശത്രുവിൻ്റെ തീയമ്പുകളെയൊക്കെയും ചെറുത്തു നിൽക്കുവാൻ വിശ്വാസം എന്ന പരിചയമില്ലാതെ നമുക്ക് സാധിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പരിചയം പലകയും അത്രേ. അവൻ നമുക്ക് ഉറപ്പുള്ള ഗോപുരം അത്രേ. അവൻ ആടുകളുടെ വാതിലത്രേ. കർത്താവായ യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവർ ശത്രുവിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ നമുക്ക് പരിചയം പലകയും അത്രേ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിചയെ കയ്യിൽ ഏന്തിയവരാണോ? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു സമ്മാനം മാത്രേ വിശുദ്ധ വേദപുസ്തകം. അത് എന്നും വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്താൽ എങ്ങനെ നമ്മുടെ വിശ്വാസം എന്ന പരിചയെ നമുക്ക് പരിപാലിക്കാം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ വിശ്വാസം എന്ന പരിചയെ ആ ദൈവവചനത്തിൽ കുതിർക്കുവാൻ ഇടയാകും. പുതിയ എണ്ണയിട്ട് ദിനം പ്രതി പുതുക്കം പ്രാപിച്ച വിശ്വാസവുമായി പരിചയവുമായി നമുക്ക് മുന്നേറാൻ സാധിക്കും. ദൈവജനത്തിന്, ദൈവത്തിൻ്റെ പടയാളികളായ നമുക്ക് വചനം വായിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. വചന പരിജ്ഞാനമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ദൈവവേലക്കാർക്ക് മാത്രമല്ല ദൈവവചനം പഠിക്കേണ്ട ആവശ്യം. ദൈവമക്കൾ ഓരോരുത്തരും ദൈവവചനം വായിച്ച് പഠിച്ച് ഗ്രഹിക്കേണ്ടതുണ്ട്. ആ വെള്ളത്തിലത്രേ, ആ വചനത്തിലത്രേ നമ്മുടെ വിശ്വാസം എന്ന പരിച കുതിർക്കേണ്ടത്. അപ്പോഴത്രേ ശത്രുവിൻ്റെ തീയമ്പുകളെ നമുക്ക് ജയിക്കുവാൻ സാധിക്കുന്നത്. ദൈവവചനം വായിക്കാത്തവർ, ദൈവവചന പരിജ്ഞാനമില്ലാത്തവർക്ക് എങ്ങനെ അവരുടെ വിശ്വാസത്തെ പരിപാലിക്കുവാൻ സാധിക്കും? ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുന്നതും ദൈവവചനം വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ദൈവവചനം ധ്യാനിക്കുമ്പോൾ നാം നമ്മുടെ വിശ്വാസം ദൈവവചനത്തിൽ കുതിർക്കുവാൻ ഇടയാകും. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം
17 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്ന്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ദൈവവചനം വായിക്കാതെ എങ്ങനെ നമുക്ക് വിശ്വാസം ഉണ്ടാകും? ദൈവവചനവും വിശ്വാസവും തമ്മിൽ ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. അവർ ഒന്നിച്ച് പോകുന്നു. നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുവാൻ നമ്മുടെ അടിയുറച്ച വിശ്വാസത്തിന് സാധിക്കും. ദൈവവചനത്താൽ കുതിർത്ത വിശ്വാസം എന്ന പരിചയക്ക് റോമൻ പടയാളികൾ എന്നും തങ്ങളുടെ പരിചയെ എണ്ണ പൂശി സൂക്ഷിക്കുമായിരുന്നു. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പൊക്കെയും അവർ തങ്ങളുടെ പരിചയെ വെള്ളത്തിൽ പരിപൂർണമായി കുതുക്കുമായിരുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നാമും ദൈവത്തിൻ്റെ പടയാളികളത്രേ. നാമും നമ്മുടെ പരിചയെ പരിശുദ്ധാത്മാവെന്ന എണ്ണയാൽ അഭിഷേകം ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. ദൈവവചനം എന്ന വെള്ളത്താൽ കുതിർക്കപ്പെട്ടതായിരിക്കണം. നമുക്കെല്ലാവർക്കും ഒരളവ് വിശ്വാസം ദൈവം തന്നിട്ടുണ്ട്. റോമർ 12:3 ഇപ്രകാരം വായിക്കാം, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. അതെ, ദൈവം നമുക്ക് വിശ്വാസം നൽകിയിരിക്കുന്നു. ആ വിശ്വാസത്തെ പരിപാലിക്കുവാൻ നാം ബാധ്യസ്ഥരത്രേ. പടയാളികൾ അവർ ഉത്തരവാദിത്വത്തോടെ തങ്ങളുടെ പരിചയെ പരിപാലിച്ചിരുന്നു. എൻ്റെയും നിങ്ങളുടെയും പരിചയെ പരിപാലിക്കുവാൻ നാം ഉത്തരവാദിത്വം ഉള്ളവരത്രേ. ഇന്നേത് പരിചയമാണോ ഞാനും നിങ്ങളും കൊണ്ടു നടക്കുന്നത്? ഞാൻ 2 തരത്തിലുള്ള പരിചയപ്പറ്റി പറഞ്ഞു. ഒന്ന്, മനോഹരമായ ഒരു ചെറിയ പരിച. അത് വിശേഷ അവസരങ്ങളിൽ കാഴ്ചക്കായി ഉപയോഗിക്കുന്ന മനോഹരമായ പരിച. രണ്ടാമത്തേത്, യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന വലിയ ബലമേറിയ പരിച. നാം പലരും ഈ ചെറിയ പരിചയമായി നടക്കുന്നവരത്രേ. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ അവർ തകർന്നു പോകും. അതിനെ നേരിടുവാനുള്ള വിശ്വാസം അവർക്കില്ല. ചെറിയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അവർ തളർന്നു വീഴാറുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ ആ കൂട്ടത്തിൽ ഉള്ളവരാണെങ്കിൽ ഇന്നു മുതൽ ദൈവവചനം വായിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനോട് വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാക്കുക. അവൻ നമുക്ക് പരിചയം പലകയുമായിരിക്കുന്നു. അവൻ നമുക്ക് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ ആയിരിക്കുന്നു. നമ്മുടെ പാപത്തിൻ്റെ സകല കടങ്ങളും അവൻ കാൽവറിയിൽ നമുക്കായി കൊടുത്തു തീർത്തു. നമുക്ക് ജയം തന്ന് നമ്മുടെ പരിചയായി തീർന്നിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന് ജീവിതം സമർപ്പിക്കുമോ? ഇന്നു മുതൽ വചനം വായിച്ച് വചനത്തിൽ വളർന്ന് തങ്ങളുടെ വിശ്വാസം എന്ന പരിച പരിശുദ്ധാത്മാവ് എന്ന എണ്ണ തേച്ച് ദൈവവചനത്തിൽ കുതിർത്ത് നമുക്ക് ജയാളികളായി മുന്നോട്ട് പോകുവാൻ സാധിക്കില്ലേ? പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ വായിച്ചു കൊള്ളട്ടെ. എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തുകൊണ്ടും നിൽപ്പിൻ. വചനം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇഗ്നൈറ്റ് ദ ഹോപ്പ് പ്രയർ ടീം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് പരിചയം പലകയുമായിരിക്കുന്നതിനാൽ സ്തുതിക്കുന്നു. ഞങ്ങൾക്കെല്ലാം അവിടുന്ന് വിശ്വാസം തന്നിരിക്കുന്നു. അത് പരിപാലിക്കുവാൻ, അതിനെ നന്നായി പരിപാലിച്ച് ശത്രുവിൻ്റെ മുൻപിൽ ഉപയോഗിക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ. വിശ്വാസം എന്ന പരിച
ദൈവവചനത്തിൽ കുതിർത്ത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയാൽ തേക്കപ്പെട്ട ആ പരിചയമായി ജയാളികളായി മുന്നോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഇപ്പോൾ ഞാൻ രോഗികളെ കരങ്ങളിൽ വയ്ക്കുന്നു. അവർ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രശ്നത്തിലായിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. തലമുറയെ ഓർത്ത് ദുഃഖിക്കുന്നവർ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിചയം എടുത്ത് ശത്രുവിനോട് പോരാടട്ടെ. ദൈവമേ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുത്തെ അത്ഭുത കരങ്ങൾ വയ്ക്കുന്നു. അവിടുത്തെ അത്ഭുത കരത്തിൻ്റെ വിടുതൽ അവർ അനുഭവിക്കട്ടെ. ആ സന്തോഷം, സമാധാനം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കട്ടെ. സകല മാനവും മഹത്വം എടുക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പുത്രൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.